ആൻഡ് ബെഡ്റൂം എൻവയോൺമെന്റ് അത് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കുക. അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഉറക്കത്തിനുള്ള സ്വാധീനം എന്തൊക്കെയാണ് എന്ന് നമ്മൾ തന്നെ അവെയർ ആയിരിക്കുക. കാരണം നമ്മളാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ. ഉറക്കത്തിന് ഇങ്ങനെ ഒരു രോഗം ഉണ്ടാക്കാനുള്ള, മോശം ഉറക്കത്തിന് രോഗം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിന് രോഗം മാറ്റാനുള്ള കഴിവുണ്ട്. അവർക്ക് ആ സ്റ്റേജിൽ പൂർണ്ണമായിട്ട് അത് ഉറങ്ങിയ ഫീല് കിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ആ ക്വാളിറ്റി സൈക്കിൾ കിട്ടില്ല. അദ്ദേഹത്തിന് തോന്നുന്നത് എന്റെ ഉറക്കം പൂർണ്ണമായിട്ടില്ല എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്യും, അലാം ഓൺ ആണെങ്കിൽ പോലും അതിനെ ഒന്ന് സ്നൂസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും. സോ സ്ലീപ്പ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ബാഡ് സ്ലീപ്പ്, നമ്മുടെ ശരിയായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത് എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സിസ്റ്റത്തിനെയും പല രീതിയിലാണ്. ലൈക്ക് നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി എഫക്ട് ചെയ്യുന്നുണ്ട്, സർക്കുലേറ്ററി സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഡൈജഷൻ, റെസ്പിറേഷൻ, അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം. ഇതിൽ ഓരോന്നിനെ പറ്റിയിട്ടും കുറച്ചുകൂടി ഡെപ്തിൽ ഞാൻ പറയാം. കാരണം നമ്മൾ ഇന്ന് മരുന്നിനെ തേടിയുള്ള പോക്കാണ്. ആക്സിഡൻസ് ഒക്കെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഒരു കാരണം ഉണ്ടാവും. പ്രത്യേകിച്ച് നൈറ്റ് ടൈമിലോ ഏർലി മോർണിംഗോ ഉള്ള ആക്സിഡന്റുകൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവാം. ജെനറ്റിക്സ് ഇപ്പൊ ഹാർഡ്വെയർ ആണ്. ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യുന്ന ആരാ? നമ്മളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, രാത്രിയിൽ മുഴുവനും വേദനയായിരുന്നു, എന്നാൽ രാവിലെ ആകുമ്പോഴേക്കും വേദന കുറഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരിലെ പറയാം. ഈ ഒരു കോർട്ടിസോളിന്റെ എഫക്റ്റ് ആണ് പെയിൻ കുറക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വേദനയായിരുന്നു, പിന്നെ അതങ്ങ് പോയി. ഓക്കെ. നമ്പർ 2, നൈറ്റ് ലാമ്പ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട യൂസ്, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന സമയത്ത് എല്ലാ ലൈറ്റും ഓഫ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ആവശ്യത്തിന് എഴുന്നേക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് ലാമ്പ് ഉപയോഗിക്കുക. ഓവർ നൈറ്റ് ഒരിക്കലും ഒരു തരത്തിലുള്ള ഇമോഷണൽ ഗ്രഡ്ജസും ക്യാരി ഫോർവേഡ് ചെയ്യരുത്. എന്താണോ അന്ന് സംഭവിച്ചത് അത് അന്ന് കഴിഞ്ഞു എന്നുള്ള ഒരു പൂർണ്ണ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട്, പൂർണ്ണ മനസ്സോട് കൂടിയിട്ടില്ല, ഉത്തരവാദിത്തമാണ്, നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നമ്മൾ ഉറങ്ങുക. ശേഷവും നമുക്ക് ഈ സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അടുത്ത ദിവസവും നമുക്ക് അതിന്റെ ഉറക്കച്ചടവുണ്ടാവും. സൈഡ് സ്ലീപ്പിംഗ്, സ്നോറിങ്ങും, ഹേർട്ട് ബേൺ ഇഷ്യൂസ്, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ചില ഇഷ്യൂസും ഒക്കെ കുറക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ബാക്ക് പെയിനും കുറക്കുന്നുണ്ടാവും. നമ്മുടെ നെക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെയിൻ കുറയാൻ വേണ്ടിയിട്ട്, നേസൽ കഞ്ചഷൻ കുറയാൻ വേണ്ടിയിട്ടും ഒക്കെ ഏറ്റവും നല്ലത് ബാക്ക് സ്ലീപ്പിംഗ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് വളരെ നല്ലതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് വളരെ നല്ലതാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് പലരും ഇന്ന് ഉറങ്ങില്ല, അല്ലെങ്കിൽ അവർ ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞു. ഇന്ന് കിടക്കുന്ന പലരും നാളെ രാവിലെ എഴുന്നേക്കാറുമില്ല. ശരിയാണ്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഒരുപക്ഷെ ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും സംസാരിച്ചിട്ട് നമ്മളൊക്കെ മിസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഉറക്കം എങ്ങനെ ഒരു മരുന്നായി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് ഇന്ന് പോകുന്നത്. ശരിക്കും ഉറക്കം ഒരു അത്ഭുത മരുന്ന് തന്നെയാണ്. നമ്മുടെ ഒരുപാട് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണവും കണക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, എന്നാൽ ഇത്രമാത്രം അശ്രദ്ധയോട് കൂടിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു പില്ലറില്ല. പില്ലേഴ്സ് ഓഫ് ഹെൽത്തിൽ വേറൊന്നും അങ്ങനെ വരുന്നില്ല. സോ ആ ഒരു ടോപ്പിക്ക് എങ്ങനെ അത് മരുന്നായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു മരുന്നിന്റെ ആവശ്യം എന്ത് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ബോഡിക്ക് പല മാറ്റങ്ങൾ വരുന്നുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, അല്ലെങ്കിൽ നമുക്ക് വിശ്രമം ആവശ്യമാണെന്ന് തോന്നുമ്പോഴും, അത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ മയക്കം എന്നുള്ള ഒരു രീതിയിൽ, ഉച്ചമയക്കം എന്നൊക്കെ പറയുന്ന പോലെ, അത് കൂടാതെ ഗാഠനിദ്ര അല്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടി എന്ന് പറയുന്ന ഒരു രീതിയിൽ, ഇങ്ങനെ പല രീതിയിൽ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളാണ് ഓരോ സമയത്തും സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കിപ്പം റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ, ആ ഒരു എങ്ങനെ നമ്മുടെ ശരീരം ഒന്ന് റിലാക്സ് ആവുന്നു എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ആദ്യം തന്നെ മസിൽ റിലാക്സേഷൻ ആണ് നടക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ട്, ഉദാഹരണത്തിന് തുണി അലക്കുക, അതല്ലെങ്കിൽ ചിലപ്പോ പൊടിയൊക്കെ തൂത്തുവാരി വൃത്തിയാക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപക്ഷെ രാവിലെ തുടങ്ങിയവർക്കായിരിക്കും ഈവൻ അടുക്കളയിലെ ജോലി തന്നെ, അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരമെങ്കിലും ഒന്ന് വിശ്രമിക്കാമെന്ന് തോന്നുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും, അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ, സന്തോഷം തോന്നുന്ന ആൾക്കാരുമായിട്ടൊന്ന് സംസാരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്ന് ആ സമയത്ത് റിലാക്സ് ആവുന്നത്, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ റിലാക്സ് ആവുന്ന ശരീരത്തിന്റെ ആവശ്യകത എപ്പോഴും മുതലാണ് തുടങ്ങുന്നത്? അതിനെന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ? നമ്മളിപ്പോ എല്ലാം സിംറ്റംസ് ഓറിയന്റഡ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ക്ഷീണം വരുമ്പോൾ, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, മീൻസ് ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാതിരിക്കുന്ന സമയത്ത്, അതും അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ, റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയാം,
നമുക്ക് വിശ്രമം വേണം, എന്നാൽ പണി തീർക്കാനുമുണ്ട്. അതിങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ മസിൽ പെയിൻ തുടങ്ങും, ചിലപ്പോൾ ക്രാംസ് ഒക്കെ ഉണ്ടാവാം. ഇങ്ങനെയുള്ള പല അവസരങ്ങളിൽ ആൻഡ് അൾട്ടിമേറ്റ്ലി നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാം. ഈ കാര്യങ്ങളിലൊക്കെ ഈവൻ ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വർക്കിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നത് പോലും നമ്മളെ സംബന്ധിച്ച് വിശ്രമത്തിലേക്ക് എത്തിക്കും. ആ സമയത്ത് ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ കണ്ണുകൾ അടച്ചിരിക്കണം എന്ന് നിർബന്ധമില്ല. കണ്ണുകൾ അടച്ചും വിശ്രമിക്കാം, കണ്ണുകൾ അടയ്ക്കണം എന്നുള്ളത് നിർബന്ധമില്ല. ഈവൻ കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ ആ ഒരു എൻവയോൺമെന്റുമായിട്ട് ശരിക്കും അറിയുന്നുണ്ടാവും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയുന്നുണ്ടാവും. ഈ ഒരു റെസ്റ്റിംഗ് മോഡ്, വിശ്രമിക്കുന്ന സ്റ്റേജിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ നേരം നമ്മൾ അതിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ, നല്ല ക്ഷീണമുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് മയങ്ങിപ്പോകും. ഒരു 30 മിനിറ്റോ 45 മിനിറ്റോ ഒക്കെ ഒന്ന് മയക്കം വരാം. ഈ മയക്കവും അല്ല ശരിയായ ഉറക്കം. ഉറക്കം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ രാത്രി കാലങ്ങളിൽ നീണ്ട നേരം അല്ലെങ്കിൽ ആ സ്ലീപ്പ് സൈക്കിൾസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഉറങ്ങുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോഴാണ്. ഉറക്ക ഇല്ലായ്മയുടെ സിംറ്റംസ് എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു? നമ്മൾ ഉറങ്ങി അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങി എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു അവസ്ഥ ചിലപ്പോഴൊക്കെ ഉണ്ടാവും. നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്, എന്നാൽ ഉറങ്ങിയ പോലെ നമുക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഫ്രഷ് ആയെന്നൊരു തോന്നലില്ല, നല്ല ഉറക്കം കിട്ടി എന്നുള്ളൊരു തോന്നലില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ക്ഷീണം. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോഴൊക്കെ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് 11-11:30 ആകുമ്പോഴാണ് അവർക്ക് ഉറങ്ങാൻ തോന്നുന്നത്. അതും ചില പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ രാത്രിയിൽ മുഴുവൻ ഉറങ്ങിയ ഉറക്കം ഒട്ടും ശരിയാവാതെ അവരൊരു പക്ഷേ ഈവൻ ഒരു കൺസൾട്ടിങ് ഡോക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ടീച്ചിങ് ജോബിലുള്ള ആളാണെങ്കിൽ അവർക്ക് വീണ്ടും ആ ഒരു സമയത്ത്, പ്രത്യേകിച്ചും രാവിലത്തെ സമയം തന്നെ ഉറക്കം വരികയാണ് ചെയ്യുക. ഊണ് കഴിച്ചിട്ടുള്ള മയക്കത്തിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ആൻഡ് ചിലപ്പോൾ ഈവൻ അവർ പെർഫോം ചെയ്യുന്നത് കംപ്ലീറ്റ് ആവില്ല, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അണ്ടർ ആയിരിക്കും. അണ്ടർ പെർഫോം ചെയ്യുക എന്ന് പറയും. നമ്മുടെ കഴിവിന്റെ പരമാവധി നമുക്ക് പുറത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുകൂടാതെയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ കൂടുതൽ ഈ ഉറക്കം ഒഴിവാവാൻ വേണ്ടിയിട്ട് കഫീൻ പോലെയുള്ള അല്ലെങ്കിൽ കാപ്പി, ചായ പോലെയുള്ള ചില ഡ്രിങ്ക്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക. ഇതൊക്കെ കഴിഞ്ഞാലും നമുക്ക് തോന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയ്യോ ഉറക്കം മതിയായില്ലല്ലോ. ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ഷുവർ നിങ്ങൾ ഉറക്കം വളരെ കുറച്ച് അല്ലെങ്കിൽ ക്വാളിറ്റി ഉറക്കം വളരെ കുറച്ച് ഉള്ള ആളാണ്. സോ ഉറക്കത്തിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജ് എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആവുന്നുണ്ടാവും. സാധാരണഗതിയിൽ ബ്രെയിൻ ആക്റ്റീവ് ആവുന്ന സ്റ്റേജ് മുതൽ ബ്രെയിൻ ഇനാക്റ്റീവ് ആവുന്ന സ്റ്റേജിലേക്ക് വരെയുള്ള ഒരു സൈക്കിളാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് 1 എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 10 to 15 മിനിറ്റ്സ് ആണ് പറയുന്നത്. ഈ 10 to 15 മിനിറ്റ്സിൽ നമുക്ക് ഒരു ചെറിയ ഡ്രൗസിനെസ് അല്ലെങ്കിൽ ഒരു കണ്ണുകൾ അടഞ്ഞിട്ട് മൊത്തത്തിൽ ഒരു തണുത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ടാവും ശരീരം. അതുപോലെ തന്നെ ബ്രെയിനും ചിന്തകളൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആവുന്നുണ്ടാവും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ 15 മിനിറ്റിന് ശേഷമുള്ള, അല്ലെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റ് to 15 മിനിറ്റ് പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത് ഒരു 15 to 35 മിനിറ്റ്സ് ആണ്. ഈ സമയത്ത് നമ്മൾ ഉറങ്ങാൻ തുടങ്ങിയത് മുതലുള്ള സമയമാണ് ടോട്ടൽ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആ 15 to 30 മിനിറ്റ്സ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ ആയി എന്ന് നമ്മുടെ ശരീരത്തിനോട് മനസ്സ് അല്ലെങ്കിൽ ഈ ബോധ മനസ്സ് പറയുന്നുണ്ടാവും. മൊത്തത്തിൽ നമ്മൾ ആക്ടിവിറ്റീസ്, കൈകാലുകളുടെ മൂവ്മെന്റ് ഒക്കെ പൂർണ്ണമായിട്ടും അങ്ങ് കുറയും, ഹാർട്ട് റേറ്റ് കുറയും. അതുപോലെ തന്നെ ബ്രീത്തിങ് നോർമൽ ആവും. നേരത്തെ ഉണ്ടായിരുന്ന ബ്രീത്തിങ് ഈവൻ ഇഫ് അത് കുറച്ച് ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ പോലും പിന്നെ അത് കുറഞ്ഞു തുടങ്ങും. സ്റ്റേജ് 3 എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് വരെയുള്ള സമയമാണ്. 45 to 70 മിനിറ്റ്സ് വരെ വേണമെങ്കിൽ ചില സ്റ്റേജിലൊക്കെ ഉണ്ടാവാം. ഇത് ടോട്ടൽ ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. ഈ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ശരിക്കും ആ ഡീപ് സ്ലീപ്പിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ ഒരു പതിയെയുള്ള ഉറക്കം, ഒരു മയക്കത്തിൽ നിന്ന് മാറിയിട്ട് ഡീപ്പ് ആയിട്ടുള്ള ഉറക്കത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ടോട്ടൽ ബോഡി ആക്ടിവിറ്റീസ് വളരെ പതുക്കെ ആവും, ഇൻക്ലൂഡിങ് ബ്രെയിൻ ആക്ടിവിറ്റീസ്. ഓക്കെ. ആൻഡ് സ്റ്റേജ് 4 എന്ന് പറയുന്നത് REM സ്റ്റേജ് ആണ്, റാപ്പിഡ് ഐ മൂവ്മെന്റിന്റെ സ്റ്റേജ് ആണ്. ഈ REM സ്റ്റേജ് എന്ന് പറയുന്നത് 90 to 120 മിനിറ്റ്സിലാണ്, അല്ലെങ്കിൽ 1.5 മുതൽ 2 മണിക്കൂറിന് ഇടയിൽ ആ സമയത്താണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അതല്ല ആദ്യത്തെ ഉറങ്ങാൻ കിടന്ന ഉടനെയാണെങ്കിൽ ഒരാൾക്ക് അത് 70 മിനിറ്റ്സ് to 100 മിനിറ്റ്സിനിടയിലും ഉണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിന്റെ ടോട്ടൽ സൈക്കിൾ ഈ 4 സ്റ്റേജും കൂടിയതാണെങ്കിൽ ഒരാളുടെ ഉറക്കം 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയുള്ള പല സൈക്കിളായിട്ടാണ് സംഭവിക്കുക. അപ്പൊ ഒരാള് ടോട്ടൽ 6 മണിക്കൂറോ 8 മണിക്കൂറോ ഉറങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് 4, 5, 6 സൈക്കിളൊക്കെ ഉണ്ടാവും.
ഓക്കെ, ഈ റൺ സൈക്കിളില് ബ്രെയിൻ ആക്ടിവിറ്റി കൂടാൻ തുടങ്ങും. അവിടെയാണ് ഡെൽറ്റ വേവ്സിന്റെ ഒക്കെ മൂവ്മെന്റിനെ പറ്റിയിട്ട് ഈ ന്യൂറോ സയൻസ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഡ്രീംസ് ഒക്കെ ഉണ്ടാവാം, സ്വപ്നങ്ങൾ കാണാം. ഈവൻ ആ സ്വപ്നങ്ങളൊക്കെ പലതും വിവിഡായിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പിന്നീട് അതിനെ ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല. ഒരു പക്ഷേ നമ്മൾ ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവസാനത്തെ സൈക്കിളിലെ അല്ലെങ്കിൽ ഇടയിൽ ഞെട്ടി ഉണർന്നാലുള്ള ആ ഒരു സമയത്തുള്ള സൈക്കിളിലെ ഏതെങ്കിലും സ്വപ്നത്തിനെ കുറിച്ച് മാത്രമായിരിക്കും. ആദ്യം കണ്ട അല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യം തന്നെ ഉണ്ടായിരുന്ന ചില സൈക്കിളുകളിലെ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ എന്നൊന്നും ഒരുപക്ഷെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. ഇതിനെപ്പറ്റി നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യവുമില്ല, ബോധറിയേണ്ട ആവശ്യമില്ല. സോ ഒരാളുടെ ടോട്ടൽ സ്ലീപ്പ് സൈക്കിൾ അല്ലെങ്കിൽ ഒരാളുടെ ഒരു നൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് ആഘാതമായിരിക്കും, പല സ്ലീപ്പ് സൈക്കിളുകൾ കൂടിയതായിരിക്കും. ഈ സ്ലീപ്പ് സൈക്കിളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യത്തെ സ്ലീപ്പ് സൈക്കിൾ 70 മിനിറ്റ് ആണെങ്കിൽ അവസാനം ആകുമ്പോഴേക്ക് 2 മണിക്കൂറുള്ള നല്ല ഒരു ക്വാളിറ്റി സ്ലീപ്പോട് കൂടിയിട്ടുള്ള ഉറക്കമായിരിക്കും. സോ ഇതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സ്റ്റേജും, പ്രത്യേകിച്ചും മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേജ് അല്ലെങ്കിൽ റം സ്ലീപ്പും സ്റ്റേജ് 3യും വളരെ നല്ല രീതിയിൽ പോയില്ലെങ്കിൽ നമുക്ക് ഉറക്കം പൂർണ്ണമായതിന്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. അഥവാ ആ 2 സ്റ്റേജും പൂർണ്ണമാവാത്തത് കൊണ്ട് നമുക്ക് തോന്നും ടോട്ടൽ 6 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും അയ്യോ ഞാൻ ആകെ 2-3 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ. ഇത് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നമ്മളിപ്പോൾ 2 മണിക്കൂർ ആ ഒരു ഞാനൊരു കാൽക്കുലേഷൻ എടുത്തിട്ട് 2 മണിക്കൂറിന്റെ സ്ലീപ്പ് അവേഴ്സ് വെച്ചിട്ട് എടുക്കാം. ടോട്ടൽ 6 മണിക്കൂർ ഉറങ്ങുന്ന ഒരാള്, അയാള് ഒരു പക്ഷേ രാത്രിയിൽ ഇന്നത്തെ ദിവസം കിടക്കാൻ കുറച്ച് വൈകി. നോർമലി അയാൾ ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 11 മണി മുതൽ 5 മണി വരെയാണ്. പക്ഷെ അയാൾ ഇന്നിപ്പോ ഉറങ്ങാൻ വൈകാൻ എന്തോ കാരണമാവട്ടെ. എനിവേ, സോ 12 മണി മുതൽ 5 മണി വരെയായി അയാളുടെ ഉറക്കം, അല്ലെങ്കിൽ 11:30 മുതൽ 5 മണി വരെ. അപ്പോ നോർമലി അയാളുടെ ഉറക്കത്തിന്റെ 2 മണിക്കൂറുള്ള സൈക്കിൾ എടുക്കുമ്പോൾ 3 സൈക്കിളാണ് അയാൾ സാധാരണ ഉറങ്ങാറ്. പക്ഷേ ഇന്നത്തെ ദിവസം അയാൾക്ക് എന്ത് പറ്റി? അരമണിക്കൂർ കുറവായിരുന്നു. സോ അവസാനത്തെ അരമണിക്കൂറിൽ അയാൾ അത് കോപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റി? റെം സൈക്കിളും അല്ലെങ്കിൽ സ്റ്റേജ് 3യും ഡീപ് സ്ലീപ്പും ഉള്ള സൈക്കിളുകളിൽ അവർക്ക് ആ സ്റ്റേജിൽ പൂർണ്ണമായിട്ട് അത് ഉറങ്ങിയ ഫീല് കിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ആ ക്വാളിറ്റി സൈക്കിൾ കിട്ടില്ല. അദ്ദേഹത്തിന് തോന്നുന്നത് എന്റെ ഉറക്കം പൂർണ്ണമായിട്ടില്ല എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്യും? അലാം ഓൺ ആണെങ്കിൽ പോലും അതിനെ ഒന്ന് സ്നൂസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും. ഇതൊക്കെ നിങ്ങളിൽ പലർക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? അയാൾ ഒരു പക്ഷേ ആ 10-15 മിനിറ്റ് കൂടി ഉറങ്ങിയത് കൊണ്ട് അയാൾക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തേക്കാം ചിലപ്പോൾ, എന്നിട്ടും തൃപ്തിയാവാത്ത ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, സോ സ്ലീപ്പ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ബാഡ് സ്ലീപ്പ്, നമ്മുടെ ശരിയായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത് എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പല സിസ്റ്റത്തിനെയും പല രീതിയിലാണ്. ലൈക്ക് നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി എഫക്ട് ചെയ്യുന്നുണ്ട്, സർക്കുലേറ്ററി സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഡൈജഷൻ, റെസ്പിറേഷൻ, അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം. ഇതിൽ ഓരോന്നിനെ പറ്റിയിട്ടും കുറച്ചുകൂടി ഡെപ്തിൽ ഞാൻ പറയാം, കാരണം നമ്മൾ ഇന്ന് മരുന്നിനെ തേടിയുള്ള പോക്കാണ്. എങ്ങനെയാണ് നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുക? ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അതിനെ ബ്ലോക്ക് ചെയ്യും. ഒത്തിരി കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് നമ്മൾ നെർവസ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോഴാണ് ബ്രെയിൻ ആയാലും അല്ലെങ്കിൽ മോട്ടോർ കോർഡിനേഷൻ, ന്യൂറോ മോട്ടോർ കോർഡിനേഷൻ എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകാലുകളുടെ ചലനം പോലും അതിന് അനുസരിച്ചാണ് ഉണ്ടാവുക, ബ്രെയിനിന്റെ ആക്ടിവിറ്റിക്ക്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സ്ലോ ഡൗൺ ചെയ്യും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ചിലപ്പോഴൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ ആ മെസ്സേജസ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പാസ് ആവാത്തത് കൊണ്ട് ആ ഒരു കോർഡിനേഷൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ലോ കോർഡിനേഷൻ. ഓക്കെ, ആക്സിഡൻസ് ഒക്കെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഒരു കാരണം ഉണ്ടാവും. പ്രത്യേകിച്ച് നൈറ്റ് ടൈമിലോ ഏർലി മോർണിംഗോ ഉള്ള ആക്സിഡന്റുകൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവാം. കാരണം എന്താ? അയാൾ ഒരു പക്ഷേ നേരത്തെ വന്നിട്ട് ഒരു 8 മണിക്കോ 9 മണിക്കോ ഒക്കെ അയാൾ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടാവും. പക്ഷെ മുന്നിൽ നിന്ന് വരുന്ന പല ലൈറ്റുകളുടെയും, വണ്ടിയിൽ തന്നെ മുന്നിൽ നിന്ന് വരുന്ന പല ലൈറ്റുകളും കണ്ടിട്ട് അദ്ദേഹത്തിന് ഉറക്കം ശരിയാവുന്നുണ്ടാവില്ല. രാവിലെ 4 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ എഴുന്നേറ്റിട്ട് അയാൾ അഗൈൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അപ്പോഴും മുന്നിൽ നിന്നുള്ള ലൈറ്റിന്റെ പ്രശ്നം മാത്രമല്ല, ഈ കോർഡിനേഷന്റെ കുറവും അവിടെ ഉണ്ടാവാം. ന്യൂ ന്യൂറൽ പാത്വേസ് ആർ നോട്ട് ഫോം. നമുക്ക് എപ്പോഴും ഓർമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പല പാത്വേസും പോയി പുതിയ പല പാത്വേസും വരുന്നതുകൊണ്ടാണ്. മീൻസ് നമ്മുടെ ഇന്റലിജൻസും നമ്മുടെ ബ്രെയിൻ ആസ് എ ഹോൾ വർക്ക് ചെയ്യുന്നത് ഈ പുതിയ പുതിയ പാത്വേസ് ക്രിയേറ്റ് ആവുന്നതുകൊണ്ടാണ്. അതിലേക്ക് പുതിയ പാത്വേസിലേക്ക് നമ്മുടെ പഴയ ഇൻഫർമേഷൻ കൂടി ബ്രെയിൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ ഇൻഫർമേഷൻ ലോസ് ഉണ്ടാവുന്നില്ല, എന്നാൽ പുതിയതിന്റെ കൂടെ അതിനെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ പുതിയ പാത്വേസ് ഉണ്ടാവുന്നത് കുറയും.
അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള എബിലിറ്റിയും അതുകൊണ്ട് കുറയും. മെന്റൽ എബിലിറ്റീസ്, ഇമോഷണൽ ഇംബാലൻസ്, അതുപോലെ തന്നെ ലോ ക്രിയേറ്റിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സോ നല്ല പോലെയുള്ള മാനസിക കഴിവ്, അതുപോലെ തന്നെ ബുദ്ധിപരമായ കഴിവ്, അതുപോലെ തന്നെ ഇമോഷണൽ ബാലൻസ് ഉണ്ടാവണമെങ്കിൽ, ക്രിയേറ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒക്കെ വളരെ എഫക്റ്റീവാണ്. ഇത് നമ്മൾ സാധാരണഗതിയിൽ മറ്റു പലരോടും പറയാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളോട്. നല്ലപോലെ ഉറങ്ങിയാലേ അടുത്ത ദിവസം എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? രണ്ടാമത്തത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പല കുട്ടികളിലും രാത്രിയിലാണ് പനി കൂടുതൽ. എന്താ കാരണം? രാവിലെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. ആക്ച്വലി ഇതിന് രണ്ട് റീസൺസ് ഉണ്ട്. ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ആസ് എ ഹോൾ അത് അവിടെ ബ്ലോക്ക് ആവുന്നുണ്ട്. പല ഫോറിൻ ബോഡീസിനെയും, ബാക്ടീരിയ, ഫംഗസ്, അതുപോലെയുള്ള പല ഫോറിൻ ബോഡീസിനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഓട്ടോമാറ്റിക്കലി കുറയും. ഈ കുറയുന്നതിന്റെ ഒരു സിംറ്റം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പനി എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ തന്നെ റിക്കവറി ടൈം കൂടും. ഉറക്കം ശരിയായി കിട്ടാത്ത ആൾക്കാരിൽ, അതാണ് ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് ശേഷം പല ആൾക്കാരിലും റിക്കവറി ടൈം, പനി ചെറിയ പനി തന്നെയാണ് വന്നത്, കഴിഞ്ഞ വർഷം വന്നിരുന്ന പോലെ ഉള്ളൂ, പക്ഷെ ഇപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിന്റെയും കൂടി പ്രശ്നം വന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കൂടുതൽ സമയം എടുക്കുന്നുണ്ട് പനി മാറാൻ, അല്ലെങ്കിൽ കൂടിയ ഡോസുള്ള മരുന്ന് കഴിക്കേണ്ടി വരുന്നുണ്ട്. റിസൾട്ട്സ് ലോങ് ടേമിൽ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്ക് പോകുന്നുണ്ടാവും, ബട്ട് അതൊരു സിംഗിൾ മോസ്റ്റ് ഫാക്ടർ അല്ല. സോ അതുകൊണ്ട് ഞാനത് എഴുതിയില്ല. ബട്ട് ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റീസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് പ്രോബ്ലംസിന് തീർച്ചയായിട്ടും ഇതൊരു കാരണമാകുന്നുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ബട്ട് ശ്വാസകോശത്തിന്റെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ പ്രശ്നങ്ങളാണ് നമുക്ക് ആദ്യം മനസ്സിലാവുക. അതുപോലെ തന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ശ്വാസ തടസ്സം കൊണ്ടുണ്ടാവുന്ന സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് അഗൈൻ ശ്വാസത്തിനെ ബുദ്ധിമുട്ടിക്കുന്നതും ഇതിവിടെ ഒരു മ്യൂച്വൽ റിലേഷനിലാണ് പലപ്പോഴും വർക്ക് ചെയ്യുക. നമുക്ക് ആ പെട്ടെന്ന് ബ്രീത്തിങ് സ്റ്റക്കായ പോലെ തോന്നിയിട്ട് ഉണരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു റീസണിലേക്ക് ചിലപ്പോഴൊക്കെ ഇത് എത്താറുണ്ട്. പിന്നെയുള്ള ഒന്നാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പല ഹോർമോണുകളും പല എൻസൈമുകളും ഉള്ള ഒരു സമയം, വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെ? അതിൽ പ്രത്യേകിച്ച് ഹങ്കർ ഹോർമോൺ, അതായ ഗ്രലിന്റെ പ്രൊഡക്ഷനായിട്ട് ഇതിന് ബന്ധം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുതൽ വിശപ്പ് തോന്നാം, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഈ സാനിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ. ഇതിന് രണ്ടിന്റെയും നോർമൽ പ്രൊഡക്ഷൻ ഡിസ്റ്റർബ് ആവും. അപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും കഴിച്ച ഒരു എഫക്റ്റ് ഇല്ലാതെ തോന്നും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീണ്ടും വിശക്കാം. ബ്ലഡ് ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻസുലിൻ ഒരു ഹോർമോൺ ഉണ്ട്. പ്രത്യേകിച്ചും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം, നല്ലപോലെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇൻസുലിന്റെ അളവ് വേണ്ടത്ര ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മുടെ എനർജി ഫുൾ ആയിട്ട് തോന്നില്ല. ഓക്കെ, ബ്രെയിൻ ആണ് കൂടുതൽ എനർജി യൂസ് ചെയ്യുന്ന ഒരു അവയവം. സോ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിന്റെ ആക്റ്റീവ്നെസ് കുറയും. അതുപോലെ തന്നെ ചില കേസുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും അനുഭവപ്പെടാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര അളവിൽ ഇൻസുലിൻ ഉണ്ട്, സ്റ്റിൽ നമ്മുടെ ബോഡി അതിനെ ഡിറ്റക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥ. സർക്കുലേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ BP, ബ്ലഡ് പ്രഷർ, ഇൻഫ്ലമേഷൻ, ഇതൊക്കെ ബ്ലഡ് വെസലിനകത്ത് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഫോർ ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല ഇഷ്യൂസും കൂടുതലാവാം. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു സിസ്റ്റമാണ്. എൻഡോക്രൈൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിസപ്റ്റർ അല്ലെങ്കിൽ ലോക്ക് ആൻഡ് കീ മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റു പല ഹോർമോണുകളുടെയും ആക്റ്റീവ്നെസ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഏത് ഹോർമോൺ ആണോ അവിടെ എഫക്റ്റ് ആവുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല റിസപ്റ്റേഴ്സും അവിടെ ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ അതിന്റെ ശരിയായ ഫങ്ഷനിങ് നടക്കില്ല. സോ ഹോർമോൺ പ്രൊഡക്ഷനെ, പ്രത്യേകിച്ച് കുട്ടികളിലുള്ള ഗ്രോത്ത് ഹോർമോണിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ടിഷ്യൂ ഡെവലപ്മെന്റ് കുറയാം. അത് കുട്ടികളിൽ മാത്രമല്ല, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരിലും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവും. സോ അണ്ടർ വെയിറ്റ് ഉള്ള ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഈവൻ ഓവർ വെയിറ്റ് ഉള്ളവരെ ആണെങ്കിലും അവരുടെ ഉറക്കം പാറ്റേൺ മാക്സിമം ഡിസ്റ്റർബ് ആയിരിക്കും. മേ ബി നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാവാം, ഇഷ്യൂസ് എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നൈറ്റിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവർക്ക് ആ ഒരു പ്രോബ്ലം തുടങ്ങിയത്, പിന്നീട് അത് മാറുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ചില ഹോർമോൺസ് എടുത്തു പറയുന്നുണ്ടെങ്കിൽ, ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ അളവ് വേണ്ടത്ര രീതിയിലും ക്വാളിറ്റിയിലും വരണമെങ്കിൽ മോസ്റ്റ്ലി ഒരു 3 മണിക്കൂറെങ്കിലും അൺഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് വേണമെന്നാണ് പറയുന്നത്.
ഇത് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ഉറക്ക പാറ്റേൺ ഒന്ന് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഇവിടെ വളരെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. കോർട്ടിസോളിന്റെ വേറൊരു കാര്യം എന്താണെന്ന് അറിയോ? നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇമ്മ്യൂണിറ്റിയിൽ രാവിലെ ആകുമ്പോൾ കുട്ടിയുടെ പനി മാറി കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് അത് ഓൾമോസ്റ്റ് രാവിലെ 6 മണി ആ ഒരു സമയത്താണ് കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ വീണ്ടും തുടങ്ങുക. ആ ഒരു കോർട്ടിസോൾ കൂടുതൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമ്മ്യൂണിറ്റിയുടെ സപ്രഷനും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ മെലറ്റോണിൻ വേറൊരു ഹോർമോണാണ്. മെലറ്റോണിൻ ഉറക്കത്തിനെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളിൽ ഒന്ന് കോർട്ടിസോളും മെലറ്റോണിനും തന്നെയാണ്. അതുപോലെ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇതൊക്കെയാണ് മേജർലി എഫക്ട് ആവുന്നത്. ഒപ്പം ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഹോർമോണുകൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒബിസിറ്റിയും മെറ്റബോളിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സും ലൈക്ക് ഡയബറ്റീസ്, ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഇൻക്ലൂഡിങ് ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ, തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ PCOS പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യും. സോ ഓൾമോസ്റ്റ് എവറി സിസ്റ്റം ഓഫ് ദ ബോഡി, ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട 6 സിസ്റ്റമാണ്. എനർജി, വൈറ്റാലിറ്റി ഒക്കെ കൂടുതലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്ലീപ്പ് എന്ന് പറയുന്ന ഇഷ്യൂവിനെ നല്ല രീതിയിൽ അഡ്രസ് ചെയ്തേ പറ്റൂ. സോ ക്വാളിറ്റി സ്ലീപ്പ് എങ്ങനെ നമുക്ക് എടുക്കാം, അതാണ് ഇന്നത്തെ ഇനിയുള്ള സമയം പറയാൻ പോകുന്നത്. നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ട ക്വാളിറ്റി ഉറക്കത്തിൽ പ്രധാനപ്പെട്ട 5 ഫാക്ടറുള്ളത്. ഈ 5 ഫാക്ടറിൽ ഒന്ന് ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്കലി പ്രോബ്ലം ഉള്ള ആൾക്കാരുടെ കുറച്ചൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നല്ലാതെ പൂർണ്ണമായിട്ടും നമുക്കതിൽ മാറ്റാൻ പറ്റില്ല. ബിക്കോസ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ആസ് എ ഹോൾ അതൊരു ലോഡഡ് ഗണ്ണാണ്. പക്ഷെ അതിന്റെ ട്രിഗർ ആരും അമർത്തിയിട്ടില്ല. ട്രിഗർ ആരാണ് അമർത്തുക? ട്രിഗർ എൻവയോൺമെന്റ് ആണ് അമർത്തുക. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആ ഒരു ജെനറ്റിക്സ് ഉള്ള ശരീരത്തിനോട് ചെയ്യുന്നത് അതാണ് ഉണർത്തുക. വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയാം. ജെനറ്റിക്സ് ഇപ്പൊ ഹാർഡ്വെയർ ആണ്. ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യുന്ന ആരാ? നമ്മളാണ്. അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ട നല്ല പരിതസ്ഥിതി ഉണ്ടാക്കുകയാണ് വേണ്ടത്. നല്ല സോഫ്റ്റ്വെയർ കൊടുക്കുക വേണ്ടത്. സോ ജെനറ്റിക്സിൽ പല രോഗങ്ങളും ഉണ്ട്, ഇൻക്ലൂഡിങ് നാർക്കോലെപ്സി പോലെയുള്ള ചില അവസ്ഥകളിൽ ഉറക്കം ഇല്ല, അല്ലെങ്കിൽ ഉറക്കം പൂർണ്ണമായിട്ടും ഡിസ്റ്റർബ് ആയിട്ടുള്ള അവസ്ഥകളുണ്ട്. ഇത് തന്നെ വളരെ ചുരുക്കം ആൾക്കാരിലേ ഉള്ളൂ. അഫക്റ്റഡ് മദറും കാരിയർ ഫാദറും ഉണ്ടാവുമ്പോൾ അഫക്റ്റഡ് ചൈൽഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ അഫക്റ്റഡ് ഫാദർ ഉണ്ടാവുമ്പോഴും ഒക്കെ അഫക്റ്റഡ് ചൈൽഡ് ഉണ്ടാവാം. അല്ലാതെ ഏതെങ്കിലും ഒന്ന് മാത്രം ഉള്ളത് കൊണ്ട് കുട്ടിയിലേക്ക് അത് എത്തണമെന്നില്ല. നമ്പർ 1. നമ്പർ 2, ഈ ഒരു കേസിൽ പോലും നമ്മൾ ട്രിഗർ അമർത്താൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ ആരാണ് സ്വാധീനിക്കുക? എൻവയോൺമെന്റ് എന്ന് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സിർക്കാഡിയൻ റിതം. സിർക്കാഡിയൻ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡാണ്. നിയർലി ടൈം ബോണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ സിർക്കാഡിയൻ റിതത്തിലേക്ക് പോകുമ്പോൾ ബേസിക്കലി നമ്മൾ ഒരു റിതമിക് വേയിലാണ് നമ്മുടെ കംപ്ലീറ്റ് എക്സ്പ്രഷൻ പോകുന്നത്. എൻവയോൺമെന്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നേരത്തെ ജെനറ്റിക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ, നമ്മളെ ജെനറ്റിക്സ് എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും? ഈ ഒരു റിതത്തിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പോയാൽ മതി. എങ്ങനെയാണ് റിതം വരുന്നത്? ബേസിക്കലി 6 മണി മുതൽ 6 മണി വരെയുള്ള, അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ വൈകുന്നേരം 6 മണിക്ക് അസ്തമയം വരെയുള്ള ആ ഒരു സമയത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. ബേസിക്കലി ഇവിടെ നമ്മുടെ റിയാക്ഷൻ ടൈമും നമ്മുടെ ബ്രെയിൻ പെർഫോമൻസും ഒക്കെ എഫക്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ സൺലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമാണ്. സൺലൈറ്റ് കൂടുന്നതിനനുസരിച്ച് കോർട്ടിസോളിന്റെ അളവ് കൂടും, അതിനനുസരിച്ച് നമ്മുടെ ടോട്ടൽ ആക്റ്റീവ്നെസ് കൂടും. സൺലൈറ്റ് കുറയുന്നതിനനുസരിച്ച് മെലട്രോണിന്റെ അളവ് കൂടും, കോർട്ടിസോൾ കുറയും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉറങ്ങാനുള്ള ഒരു സമയം തുടങ്ങും. ഓക്കെ, ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പലതരത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടല്ലേ. ഈ ലൈറ്റുകൾ ബേസിക്കലി ഉപയോഗിക്കേണ്ട പല ആൾക്കാരും ഓൾറെഡി ഉണ്ട്. ലൈക്ക് ഷിഫ്റ്റ് വർക്കേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ജെറ്റ് ലാഗ് വരുന്ന സമയത്തൊക്കെ ഈ റിതം ബ്രേക്ക് ആവാം. അതല്ലെങ്കിൽ ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേരത്തെ ഉറങ്ങും. പ്രായം കൂടിയ ആൾക്കാരിൽ വൈകുന്നേരം ഒരുപാട് പണികളില്ലെങ്കിൽ അവർ നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങും. അപ്പൊ അവരുടെ റിതം തുടങ്ങുന്നത് എപ്പോഴാണ്? രാവിലെ 4 മണിക്കോ 5 മണിക്കോ റിതം തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം മേ ബി ഒരു 8 മണിയാകുമ്പോഴേക്കും അവർ ഉറങ്ങി, അല്ലെ? ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ചില മെഡിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ ഒരു സിർക്കാഡിയൻ റിതം തെറ്റാം. സോ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബെഡ്റൂം അറ്റ്മോസ്ഫിയർ ഒന്ന് ശരിയാക്കിയാൽ മതി റിതം കറക്റ്റ് ആവണമെങ്കിൽ. ബെഡ്റൂം നോർമലി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ ബെഡ്റൂമിൽ തന്നെ നമ്മൾ TV വയ്ക്കാം, ആ ബെഡ്റൂമിൽ തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകം എടുത്തിട്ട് പോകാം, ലാപ്ടോപ്പ് എടുത്തിട്ട് പോകാം. എല്ലാം നമ്മൾ അതേ റൂമിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്.
അതേസമയത്ത് നമ്മളൊരു റിതമിക് വേയിൽ ഇൻക്ലൂഡിങ് നമ്മുടെ ബെഡ്റൂമുമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ ഫ്രഷ് ആൻഡ് ക്ലീൻ ആക്കുക, അതുപോലെ തന്നെ നോ ഗാഡ്ജറ്റ്സ്, എന്ത് തരത്തിലുള്ള ഇലക്ട്രോണിക് ഐറ്റംസും അതിനകത്തുനിന്ന് ഒഴിവാക്കുക, അതുപോലെ തന്നെ എന്താ പറയാ, നല്ല കിടക്ക കട്ടിൽ, സൗണ്ട് ഇല്ലാത്ത കട്ടിൽ, അതുപോലെ നല്ലൊരു പില്ലോ വേണമെങ്കിൽ പില്ലോ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാംനെസ്സും കംഫർട്ടും തരുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ ഗുണം ചെയ്യും. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിതം വർക്ക് ചെയ്യുന്നതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. മിഡ് നൈറ്റിൽ നമുക്ക് ഡീപ് സ്ലീപ്പ് വരുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനനുസരിച്ച് അതിൽ മാറ്റം വരുന്നതും, മെലറ്റോണിൻ സെക്രീഷൻ മാറുന്നതും ഒക്കെ നമ്മുടെ ഈ സമയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, സമയബന്ധിതമല്ല രാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നോർമലി സമയബന്ധിതമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ബ്രെയിൻ ഒരു ഓട്ടോമേഷനിലേക്ക് പോകും. ഓക്കെ, സോ വളരെ ചുരുക്കം മാത്രമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരിൽ ഹോർമോണൽ ഡിസ്റ്റർബൻസസ് വരിക. ഇവിടെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി അല്ലെങ്കിൽ 8 മണി ആകുമ്പോഴേക്ക് വീണ്ടും കുറയുന്ന, ആ ഒരു ഹൈറ്റിലേക്ക് പോയിട്ട് പീക്കിലേക്ക് പോയിട്ട് പിന്നെ അത് കുറയുന്ന ഒരു പരബോളിക്കാണ് വരുന്നത്. സോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോൾ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ കൂടും, അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി, പെയിൻ സെൻസിറ്റിവിറ്റി കുറയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, രാത്രിയിൽ മുഴുവനും വേദനയായിരുന്നു, എന്നാൽ രാവിലെ ആകുമ്പോഴേക്കും വേദന കുറഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരിലെ കുറെ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി റെസ്റ്റിലാണെങ്കിൽ പോലും ഈ ഒരു കോർട്ടിസോളിന്റെ എഫക്റ്റ് ആണ് പെയിൻ കുറക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വേദനയായിരുന്നു, പിന്നെ അതങ്ങ് പോയി. ഓക്കെ, സെറോട്ടോണിന്റെ അളവ് കുറക്കും, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് ടോട്ടലി ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ചെയ്യും, ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോർട്ടിസോൾ ചെയ്യുമ്പോൾ നമ്മുടെ മെലറ്റോണിൻ ചെയ്യുന്നത് എന്താ, ഈ ഡേ നൈറ്റ് റിതം കൺട്രോളിൽ വയ്ക്കുന്നത് മെലറ്റോണിൻ ആണ്. സ്ലീപ്പ് പ്രൊമോഷൻ ചെയ്യും, ആന്റി ഓക്സിഡന്റ് ഡിഫൻസ്, അതുപോലെ തന്നെ ബോൺ ഗ്രോത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ട് രാത്രിയിലുള്ള റിപ്പയർ മെക്കാനിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മെലറ്റോണിൻ ആണ്. ഓക്കെ, സോ ഈ ഒരു റിതമിക് വേയിൽ നമ്മൾ പോകുമ്പോൾ, സർക്കാഡിയൻ റിതം ശരിയാവുമ്പോൾ നമ്മുടെ ബോഡിക്ക് വളരെ കൂടുതൽ ഗുണം ചെയ്യും. സോ എൻവയോൺമെന്റ്, ഓൾ ദാറ്റ് എഫക്ട്സ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. നല്ലൊരു എൻവയോൺമെന്റ് വയ്ക്കുക. ഇതിനാണ് ഞാൻ നേരത്തെ ആ ബെഡ്റൂമിനെ പറ്റി പറഞ്ഞത്. സോ എൻവയോൺമെന്റ് എത്രത്തോളം നന്നായിരിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ടെമ്പറേച്ചർ, മീൻസ് ഹൈ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറോ, വളരെ കുറഞ്ഞ ടെമ്പറേച്ചറോ ആണെങ്കിൽ നമ്മുടെ ബോഡി അതുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. പെർട്ടിക്കുലർലി ഹൈ ടെമ്പറേച്ചർ ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കുക. സോ അങ്ങനെയാണെങ്കിൽ AC പോലെയുള്ള കൺവീനിയൻസ് നമ്മൾ യൂസ് ചെയ്യുക. സൗണ്ട് കൂടുതലാണെങ്കിൽ, സൗണ്ട് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, പുറത്തുനിന്നുള്ള വാഹനത്തിന്റെ സൗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല, ഇൻക്ലൂഡിങ് പാർട്ട്ണറിന്റെ കൂടെ കിടക്കുന്ന ആളിന്റെ കൂർക്കം വലിയുടെ സൗണ്ട് ആയാലും ബുദ്ധിമുട്ടാണ്. അതുപോലെ ലൈറ്റ്, പല ആൾക്കാരും ഒരു തെറ്റിദ്ധാരണയിലൂടെയാണ് പോകുന്നത് നൈറ്റ് ലാമ്പിനെ പറ്റിയിട്ട്. നൈറ്റ് ലാമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മള് സാധാരണ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നൈറ്റ് ലാമ്പ് അല്ലെങ്കിൽ ബെഡ് ലാമ്പ് ഓൺ ചെയ്തിട്ട് കിടക്കുക. വളരെ തെറ്റാണത്. സാധാരണ ലൈറ്റിന്റെ എഫക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്, ബ്ലൂ ലൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിക്ക് എഫക്ട് ചെയ്യുന്നത്. ഈ ബ്ലൂ ലൈറ്റ് ആണ് സൺലൈറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുന്നതും. നമ്മളിപ്പോൾ LED ലൈറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ നീല വെളിച്ചമാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. സോ ഇത് നമുക്കൊരു എഫക്ട് കൊടുക്കുന്നത് എന്താണ്? സൂര്യൻ അസ്തമിച്ചിട്ടില്ല, സോ ഉറങ്ങാൻ സമയമായിട്ടില്ല. നമ്പർ 1. നമ്പർ 2, നൈറ്റ് ലാമ്പ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട യൂസ്, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന സമയത്ത് എല്ലാ ലൈറ്റും ഓഫ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ആവശ്യത്തിന് എഴുന്നേക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് ലാമ്പ് ഉപയോഗിക്കുക. മീൻസ് ആ ഒരു ഹെവി ലൈറ്റിന്റെ സ്ട്രെസ് നമ്മുടെ കണ്ണുകളിലേക്ക് കൊടുക്കാതെ ഒന്ന് അതിനെ മന്ദീഭവിച്ചിട്ട് വേണം പിന്നീട് വേണം നല്ല ലൈറ്റിലേക്ക് പോകാൻ. ഓക്കെ, ഗാഡ്ഗറ്റ്സ്, പലതരത്തിലുള്ള ഗാഡ്ഗറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവും. സോ ചില ആൾക്കാരിലൊക്കെ ഇപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ റൂം മാറിയിട്ട് വില്ലേജിൽ നിന്ന് പോയിട്ട് പട്ടണത്തിൽ പോയി താമസിക്കുന്ന ആളുകള് ഒക്കെ റൂം മാറി താമസിക്കേണ്ടി വരുന്ന സമയത്തും ചിലപ്പോഴൊക്കെ ഇത് എഫക്ട് ചെയ്യാം. പക്ഷെ ഒരു ഹാബിറ്റ് ഉള്ള ആളാണെങ്കിൽ, സമയത്തിന് ഉറങ്ങുന്ന ഒരു ഹാബിറ്റ് ഉള്ള ആളാണെങ്കിൽ ഒത്തിരി ദിവസങ്ങൾ അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഒന്നാണ് നമ്മുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ പേഴ്സണൽ ബിഹേവിയർ. ഇതിലും എന്തൊക്കെയാണ് നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ എഫക്ട് ചെയ്യുന്നത്?
അതൊക്കെ നമ്മളൊന്ന് വാച്ച് ചെയ്യണം. ലൈക്ക് നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ പെരുമാറ്റം. ഓക്കെ, അതുപോലെ തന്നെ അത് ഒരു ആങ്ഷ്യസ് അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ആവരുത്, പ്രത്യേകിച്ച് നൈറ്റില്. ആൻഡ് ഓവർ നൈറ്റ് ഒരിക്കലും ഒരു തരത്തിലുള്ള ഇമോഷണൽ ഗ്രഡ്ജസും ക്യാരി ഫോർവേഡ് ചെയ്യരുത്. എന്താണോ അന്ന് സംഭവിച്ചത് അത് അന്ന് കഴിഞ്ഞു എന്നുള്ള ഒരു പൂർണ്ണ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട്, പൂർണ്ണ മനസ്സോട് കൂടിയിട്ടില്ല, ഉത്തരവാദിത്തമാണ്, നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നമ്മൾ ഉറങ്ങാം, അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് പോവാം. ഓക്കെ, ഡയറ്റ് ആൻഡ് എക്സസൈസ്. നല്ല ഡയറ്റും നല്ല എക്സസൈസും അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന്, പ്രത്യേകിച്ച് ഉറക്കത്തിനെ സംബന്ധിച്ച് വളരെ ഗുണം ചെയ്യും. നല്ല ഡയറ്റ് എന്ന് പറയുമ്പോൾ ഡയറ്റ് പാറ്റേണിൽ കുറേ ഉണ്ട്, ഭക്ഷണത്തിനായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാത്തിലേക്കും പോകുന്നില്ല. ചില കാര്യങ്ങൾ, രാത്രിയിൽ ഉറങ്ങുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക. 7 മണിക്ക് 11 മണിക്ക് ഉറങ്ങുന്ന ഒരാൾ 7 മണിക്കെങ്കിലും ഭക്ഷണം കഴിക്കുക. ഈ 7 മണിക്ക് ശേഷം വിത്തിൻ 3 to 4 hours ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് ശരീരത്തിന് റിലാക്സ് ചെയ്യാനും അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനും അവസരം കിട്ടൂ. ഓക്കെ, ആൻഡ് ഹൈ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഡിന്നർ ടൈമിൽ. ഇത് കഴിക്കുന്ന സമയത്തും പ്രത്യേകിച്ച് ആ ഷുഗർ ക്രേവിങ്സ്, ഷുഗർ സ്പൈക്സ് കൊടുക്കുന്നത് കൊണ്ട് ശരീരത്തിന് അല്ലെങ്കിൽ ബ്രെയിനിന് ആ ഒരു ക്രേവിങ്സ് പിന്നെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ സ്പൈക്സ് കൊടുക്കുന്ന എന്തും രാത്രി കാലങ്ങളിൽ കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഇത് പലപ്പോഴും നമ്മുടെ ഹാബിറ്റിന്റെ ഭാഗം തന്നെയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സിഗരറ്റേ ഞാൻ വലിക്കാറുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. എനിവേ, അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, ആൽക്കഹോൾ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഇതൊക്കെ ഇതിനകത്ത് വരും. ഇതൊക്കെ നമ്മുടെ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് മാത്രമല്ല, പലതരത്തിലുള്ള ന്യൂറൽ ഇൻഫർമേഷൻസും ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഇൻഫർമേഷണൽ ഇംബാലൻസസും കൂടിയാണ് കൊടുക്കുന്നത്. ആൻഡ് ഓവറോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഉറങ്ങാൻ എനിക്ക് പറ്റേ ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് അയാളുടെ ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, റീസെന്റ് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, കൺസൾട്ടേഷനിൽ കിട്ടിയിട്ടുണ്ട്. ബട്ട് എനിവേ ഷീ ഈസ് ഇംപ്രൂവിങ് ടു മച്ച്, നല്ല രീതിയിൽ ഇപ്പോഴും റിക്കവർ ആവുന്നു. ഹെൽത്ത് കണ്ടീഷൻസ്, ചില ആൾക്കാരില് പെയിൻ, വേദനകൾ, പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാവാം. ഒരുപക്ഷെ ബോഡി പെയിൻ ഉണ്ടാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ തലവേദനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ചില വശം തിരിഞ്ഞു കിടക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ കൈക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വയറിന്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് സ്ലീപ്പ് ബുദ്ധിമുട്ടിലാവും. ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതുപോലെ ബ്രീത്തിങ് ഡിസ്റ്റർബൻസസ്, ഓൾറെഡി ആസ്മ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രാവിലെ ഒരു 3 മണിക്ക് ശേഷമാണ് പ്രത്യേകിച്ചും ആസ്മയുടെ അറ്റാക്ക് വളരെ കൂടുന്നത് അദ്ദേഹത്തിന്. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു ഉറക്കം പിന്നീട് അങ്ങോട്ടേക്ക് പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ സ്റ്റേജസ് എല്ലാം കംപ്ലീറ്റ് ആവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് സൈക്കിൾ, 4 സൈക്കിൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ ആ സൈക്കിൾ ലാസ്റ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ സ്നോറിങ് പ്രശ്നങ്ങൾ, ലാക്ടേഷനും മെനോപോസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉള്ളവരിലും ഉറക്കം ഡിസ്റ്റർബ് ആവും. സോ കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ 3-4 പ്രാവശ്യം എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അമ്മയുടെ ഉറക്കം ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിൾ മെനോപോസിലേക്ക് എത്തുന്ന സമയത്തും ബുദ്ധിമുട്ടുണ്ടാവാം. മറ്റ് പല ഹെൽത്ത് ചലഞ്ചസും ഉണ്ട്, എല്ലാത്തിന്റെയും ഡെപ്തിലേക്ക് പോകുന്നില്ല. ബട്ട് ബേസിക്കലി ചില ഹോർമോണൽ ഇംബാലൻസസ് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ശരീരത്തിന് അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ മാറിയേ പറ്റും. സോ ഇതിന് പലപ്പോഴും കാണുന്ന ഒരു പ്രതിവിധി എന്താണ്? പ്രത്യേകിച്ചും ഏജ് കൂടിയവരില് സ്ലീപ്പിംഗ് പിൽസ് യൂസ് ചെയ്യാന്നുള്ളത്, ഉറക്ക ഗുളികകൾ. പല രീതിയിൽ ഉറക്ക ഗുളികകളുണ്ട്. ഉറക്ക ഗുളികകൾ യൂസ് ചെയ്യാതെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എല്ലാ ഉറക്ക ഗുളികകളും എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് എഫക്റ്റും കൊണ്ടുമാണ് വരുന്നത്. അതല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ മെലറ്റോണിൻ പോലുള്ള ഹോർമോണൽ ടാബ്ലറ്റുകളാണ് യൂസ് ചെയ്യേണ്ടത്. അതിന്റെയും അളവിലും അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിൽ, മെലറ്റോണിൻ നമ്മൾ എപ്പോഴാണ് ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിരിക്കും. പക്ഷെ മെലറ്റോണിൻ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അത് 6 മണി മുതൽ 6 മണി വരെയുള്ള ആ ഒരു പീക്കിലേക്ക് പോയിട്ട് രാത്രി 12 മണിയാകുമ്പോൾ പീക്കിലേക്ക് പോയിട്ട് പിന്നെ അത് കുറയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രീതിയിൽ പിൽസ് വർക്ക് ചെയ്യേണ്ടി വരും. എനിവേ, ബട്ട് ജനറലി സ്ലീപ്പിംഗ് പിൽസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിനകത്തുള്ള ഗാബ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസെപ്റ്റേഴ്സിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യും, അതിന്റെ ശരിയായ പ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് ഒരു സ്ലീപ്പിനെസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന സ്ലീപ്പിനെസ് നമ്മുടെ ശരീരത്തിൽ താൽക്കാലികം മാത്രമായിരിക്കും. അതിനുശേഷവും നമുക്ക് ഈ സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അടുത്ത ദിവസവും നമുക്ക് അതിന്റെ ഉറക്കച്ചടവുണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയാറുണ്ട് സ്ലീപ്പ് പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും.
ബെസ്റ്റ് സ്ലീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ രണ്ടെണ്ണം ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ നമ്മുടെ ബാക്ക് ആയിട്ട് കിടക്കുക, അതല്ലെങ്കിൽ സൈഡ് വേസ് കിടക്കുക. ഇതിൽ രണ്ടിലും എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ ഭാരം നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കിടക്കുന്നത്. പക്ഷേ തിരിച്ച് നമ്മൾ കമിഴ്ന്ന് കിടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ ഭാരം പൂർണ്ണമായിട്ടും ഓർഗൻസിലേക്കാണ് വരുന്നത്. നേരത്തെ നട്ടലിനാണ് എല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോഴെല്ലാം ഓർഗൻസിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ശരിയായ വഴി അല്ല. സോ ബാക്ക് ഓർ സ്ലൈഡ് സ്ലീപ്പിംഗ് ആണ് ശരിക്കും നല്ലത്, സ്റ്റൊമക് സ്ലീപ്പിങ്ങിനേക്കാളും നല്ലത്. അതുപോലെ തന്നെ സ്പൈൻ അലൈൻമെന്റ് നേരെ വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഈ മടങ്ങി ചുരുണ്ട് അല്ലെങ്കിൽ എന്താ നമ്മൾ പ്രഗ്നൻസി സമയത്ത് എങ്ങനെയാണ് ഉണ്ടായത്, ആ ഒരു ചുരുണ്ട് കൂടിയ അവസ്ഥയിൽ കിടക്കുന്നത് പോലെ കിടക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലായിട്ട് ഒരാൾക്ക് ഇമോഷണൽ ഡിസ്റ്റർബൻസസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുമ്പോഴൊക്കെയാണ് ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. സോ അങ്ങനെയുള്ള ഒരു പാറ്റേൺ അല്ലാതെ സ്പൈൻ നിവർത്തി വെച്ച് കിടക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഈവൻ ഒരു കോൺഫിഡൻസ് വരികയാണ് ചെയ്യുന്നത്. ആൻഡ് സൈഡ് സ്ലീപ്പിംഗ് സ്നോറിങ്ങും ഹേർട്ട് ബേൺ ഇഷ്യൂസ്, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ചില ഇഷ്യൂസും ഒക്കെ കുറക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ബാക്ക് പെയിനും കുറക്കുന്നുണ്ടാവും. നമ്മുടെ നെക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെയിൻ കുറയാൻ വേണ്ടിയിട്ട്, നേസൽ കൺജഷൻ കുറയാൻ വേണ്ടിയിട്ടും ഒക്കെ ഏറ്റവും നല്ലത് ബാക്ക് സ്ലീപ്പിംഗ് ആണ്. പ്രധാനപ്പെട്ട ചില ടിപ്സ് എന്താണ് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വ്യായാമം എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു 30 to 45 മിനിറ്റ്സ് എവറി ഡേ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. രണ്ടാമത്തത് മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു വഴിയൊന്നുമല്ല. പക്ഷെ നല്ലൊരു മെഡിറ്റേഷൻ, ഒരു ഹാഫ് ആൻ അവർ മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആയതിന്റെ ഫീലിംഗ് കിട്ടും. മീൻസ് ഒരു 2 hours അല്ലെങ്കിൽ 1.5 hours ഉറങ്ങിയതിന്റെ ഒരു ഫീലിംഗ് കിട്ടും. റീഫ്രഷ് ആവും, എനർജൈസ് ആവും, നമ്മൾ കംപ്ലീറ്റ്ലി നെക്സ്റ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു റെഗുലർ സ്ലീപ്പ് സൈക്കിൾ നമ്മൾ ഫോളോ ചെയ്യുക. സ്ലീപ്പ് സൈക്കിൾ എന്നല്ല, റെഗുലർ സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ നോർമലി നമ്മൾ ഉറങ്ങുന്ന സമയം 11 മണിയാണെങ്കിൽ ഈ 11 മണി മുതൽ 5:30 വരെ എന്നുള്ള വാട്ട് എവർ ഇറ്റ് ഈസ് ആ ഒരു രീതിയിൽ എവറി ഡേ ഫോളോ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ശനി ഞായറും ഒഴിവുള്ള ദിവസങ്ങളും ഒക്കെ നമ്മൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം അലാം വയ്ക്കേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരു തെറ്റായ രീതിയാണ്. നമ്മൾ ഇൻഡയറക്ട്ലി ബ്രെയിനിന് ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ഹാബിറ്റ് ആണ്. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹാബിറ്റ് ആണ്. ആ ഒരു ശീലത്തിനെ നമ്മൾ വേണം അറിയാതെ കുട്ടികളിലേക്ക് കൊടുക്കാൻ. നമ്മളും രാത്രിയിൽ 12 മണി വരെയും 2 മണി വരെയും TV കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൊബൈൽ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന മെസ്സേജ് തെറ്റാണ്. അതുപോലെ തന്നെ പ്രായമായവർക്ക് ഇത്ര നേരത്തെ ഭക്ഷണം കഴിച്ചുകൊള്ളുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 8 മണിയാകുമ്പോഴേക്ക് അവർ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടക്കുന്നു. അല്ല, ഭക്ഷണം കഴിക്കുന്നത് കിടക്കാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെയുള്ള ചില മെസ്സേജുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ പിന്നൊരു കാര്യമാണ് ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ചൂടുവെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈവൻ ഇഫ് നമ്മുടെ എൻവയോൺമെന്റ് ഹോട്ട് ആണെങ്കിലും ഈ സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ചൂട് കാലത്ത് ചെറിയൊരു ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ബോഡി ടെമ്പറേച്ചറും എൻവയോൺമെന്റൽ ടെമ്പറേച്ചറും തമ്മിൽ മാച്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരാള് നല്ല ഹോട്ട് ആൻഡ് ഹ്യൂമിഡിക് കണ്ടീഷനിൽ സുഖമായിട്ട് ഫാൻ ഓൺ ചെയ്തിട്ട് ഉറങ്ങുന്നു പറയും, മറ്റേ ആൾക്ക് ഫാൻ പറ്റേയില്ല, അല്ലെങ്കിൽ പുതച്ച് കിടക്കണം. ആക്ച്വലി നമ്മുടെ ബോഡിക്കകത്ത് BMR എന്ന് പറയുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് ടെമ്പറേച്ചറുമായിട്ട് വളരെ കൂടുതൽ കണക്റ്റഡ് ആണ്. ചില ആൾക്കാരുടെ ബോഡി തണുത്ത പ്രകൃതമാണ്, ചില ആൾക്കാരുടെ ബോഡി ആ തണുത്ത പ്രകൃതമുള്ള ആള് ചെറിയ ചൂട് വരുമ്പോൾ തന്നെ നന്നായിട്ട് വേർത്തിട്ട് ബോഡി തണുപ്പിക്കും. പിന്നെ ചെറിയ എൻവയോൺമെന്റൽ ചൂട് വരുമ്പോഴേക്ക് തന്നെ, അല്ലെങ്കിൽ അയാൾ ഫാൻ നന്നായിട്ട് സ്പീഡിൽ കറക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സയന്റിഫിക്കലി നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ സൈക്കോളജിക്കലി മറ്റേ ആളുമായിട്ട് അടികൂടാനുള്ളതല്ല എന്നും ഇൻകം ടാക്സ് ഓഫീസർ ആണെങ്കിലും കോളേജ് പ്രൊഫസർ ആണെങ്കിലും ഒക്കെ എഡ്യൂക്കേഷനലി അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസിൽ നമ്മൾ വളരെ പിന്നോട്ടാണ്. അതുകൊണ്ടാണല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ ഇതുണ്ടാവുന്നത്. കാപ്പി കുടിക്കുന്നത് അല്ലെങ്കിൽ ചായ കാപ്പിയൊക്കെ അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്നതിനൊരു 6 മണിക്കൂർ മുമ്പെങ്കിലും മാറ്റുക. വൈകുന്നേരം 11 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്ക് ശേഷം കാപ്പി കുടിക്കരുത്. കാരണം കാപ്പിയുടെ 50% എങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ കഫീൻ പോകണമെങ്കിൽ ഇറ്റ് ടേക്സ് 6 hours. ഉറക്കം രാത്രിയിലുള്ള ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്ന ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. വെള്ളം കുടിക്കുന്നത് തന്നെ 5 മണിക്ക് ശേഷം നമ്മൾ അളവ് കുറച്ചിട്ട് കുടിക്കുന്നത് ശരിക്കും ഫിസിയോളജിക്കലി അവർക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ചില സപ്ലിമെന്റ്സ് ശരിക്കും നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി, അശ്വഗന്ധ ഒക്കെ ഉറക്കമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെന്റ്സ് ആണ്. അശ്വഗന്ധ എനർജൈസർ ആണെന്ന് പറയാം, പക്ഷെ അത് രാത്രി കാലങ്ങളിൽ നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന, ഉറക്കത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മഗ്നീഷ്യം റിലാക്സന്റ് ആണ്. ശരിക്കും ആന്റി സ്ട്രെസ് മിനറൽ എന്നാണ് മഗ്നീഷ്യത്തിനെ പറയുന്നത് തന്നെ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ചില പെർട്ടിക്കുലർ ഐറ്റംസ്, മിനറൽസും വിറ്റമിൻസും ഒക്കെ കുറയുന്ന സമയത്ത്, പെർട്ടിക്കുലർലി വൈറ്റമിൻ ഡി ഒക്കെ കുറയുന്ന സമയത്ത് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണ്. ഈ ഒരു ഡിസ്റ്റർബൻസ് ആണ് ഇപ്പൊ റീസെന്റ് വൈറ്റമിൻ ഡി ഞാൻ ചെറുപ്രായക്കാരുടെ ബിലോ 35 ഉള്ള ആൾക്കാരുടെ തന്നെ ഒത്തിരി പേരുടെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തപ്പോൾ അവരിൽ വൈറ്റമിൻ ഡി കുറവാണ്. ഈ വൈറ്റമിൻ ഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സന്റ് ആയിട്ടും അതുപോലെ തന്നെ ഇമ്മ്യൂണോ മോഡുലേറ്റർ ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ശരീരത്തിന് വേണ്ട രീതിയിൽ ബ്രെയിൻ ഫംഗ്ഷനിങ് കിട്ടുക, പിന്നീട് ഉറക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് സപ്ലിമെന്റ്സ് ഉണ്ട്. ഈ സപ്ലിമെന്റ്സ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗ്ലൈസിൻ, നമ്മുടെ അമിനോ ആസിഡ്സിൽ വരുന്ന ഗ്ലൈസിൻ പോലെയുള്ള ഇതൊക്കെ സപ്ലിമെന്റ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, മരുന്നായിട്ടല്ല. നമ്മുടെ ഓട്ടോ സജഷൻ എന്താണോ അതിനനുസരിച്ചാണ്. അതിലത്തെ ലാസ്റ്റ് പോയിന്റ് ഞാൻ കാണിച്ച ലാസ്റ്റ് സ്ലൈഡിലെ ലാസ്റ്റ് പോയിന്റ്, നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങേണ്ടതുണ്ട് എന്നും നമുക്കാണ് അതിനുള്ള കൺട്രോൾ എന്നും നമ്മൾ തന്നെ മനസ്സിലാക്കുക. ആ സമയത്ത് നമ്മുടെ ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ ഈവൻ നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് ആ പേപ്പർ വലിച്ചു കളയാം. ഉറക്കത്തിനുള്ള സ്വാധീനം എന്തൊക്കെയാണ് എന്ന് നമ്മൾ തന്നെ അവെയർ ആയിരിക്കാം. കാരണം നമ്മളാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ. ഉറക്കത്തിന് ഇങ്ങനെ ഒരു രോഗം ഉണ്ടാക്കാനുള്ള, മോശം ഉറക്കത്തിന് രോഗം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിന് രോഗം മാറ്റാനുള്ള കഴിവുണ്ട്, അല്ലെ? ആ ഒരു സ്ലീപ്പ് ഡെപ്തോട് കൂടിയിട്ടുള്ള ക്വാളിറ്റി സ്ലീപ്പ് ശരിയായ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യാം. അങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തുള്ള പല ഹോർമോൺസും ഉണ്ട്, മൂഡ് ഹോർമോൺസ് തന്നെ, അതിന്റെയൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള സെക്രീഷൻസ് ഉണ്ടാവും. ഇത് എൻഡോക്രൈൻ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആകെ മൊത്തം നമ്മുടെ ആരോഗ്യത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്.